സെലൂക്യ സ്റ്റെസിഫോൺ ആസ്ഥാനമാക്കി പേർഷ്യൻ സാമ്രാജ്യത്തിലെ സഭയെ നയിച്ചിരുന്ന പൗരസ്ത്യ കാത്തോലിക്കായുടെ നിർദ്ദേശാനുസരണം മെസപ്പൊട്ടോമിയൻ ദേശത്തെ കീനായ് എന്ന പ്രദേശത്തു നിന്നും AD 345 കീനായി തോമായുടെയും ഉറഹ മാർ യൗസേപ്പ് മെത്രാന്റെയും നേതൃത്വത്തിൽ 72 കുടുംബങ്ങളിൽപ്പെട്ട 400ഓളം കുടുംബങ്ങൾ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ സുവർണ സംഭവം, ചരിത്രപ്രസിദ്ധമായ കിനാനായ പ്രേഷിത കുടിയേറ്റം. ബാബിലോണിയയിലെ യഹൂദജനം എസ്രാ പ്രവാചകന്റെ കാലം മുതൽ അന്യജനതകളുമായി വിവാഹത്തിലേർപ്പെടാതെ വംശശുദ്ധി പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. ഈ പാരമ്പര്യം കൊടുങ്ങല്ലൂരിൽ കുടിയേറിയ 72 കുടുംബങ്ങൾ മലങ്കരയിലും തുടർന്നു പോന്നു. സ്വന്തം വംശീയമായ സ്വത്വബോധം കൈവിടാതെ തന്നെ കേരളത്തിന്റെ തനിമയാർന്ന ആചാരാനുഷ്ഠാനങ്ങളും ഇവർ സ്വീകരിച്ചു. ഇവരുടെ പിന്തുടർച്ചക്കാരായ തെക്കുംഭാഗർ എന്നറിയപ്പെടുന്ന ജനസമൂഹത്തിനു വേണ്ടി 1911 ഓഗസ്റ്റ് 29 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ കോട്ടയം രൂപത അനുവദിച്ചു. ഇന്ന് കേരളത്തിലും മറുനാട്ടിലും 25ഓളം വിദേശ രാജ്യങ്ങളിലും കിനാനായ കത്തോലിക്ക സമുദായത്തിലും കിനാനായ യാക്കോബായ സമൂഹത്തിലുമായി 3.5 ലക്ഷത്തോളം കിനാനായർ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നു. 15 നൂറ്റാണ്ടായി കേരള സഭയിൽ തനതായ പാരമ്പര്യ പൈതൃകം കാത്തുസൂക്ഷിച്ച ഈ സഭാ സമൂഹത്തിന്റെ ആദ്യത്തെ മെത്രാനായി ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്കായിരുന്ന മാർ മത്തായി മാക്കിയിൽ നിയമിതനായി. തുടർന്ന് മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവും മാർ തോമസ് തറയിൽ പിതാവും രൂപതാ സാരഥികളാവുകയും ഇവരുടെ പിൻഗാമിയായി മാർ കുര്യാക്കോസ് കുന്നശ്ശേരി സ്ഥാനമേറ്റു. 36 സംവത്സരങ്ങളായി സഭാമക്കളുടെ ജീവിത വഴികളിൽ ഒരു നല്ല ഇടയന്റെ പിതൃസാന്നിധ്യമാണ് മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ്. കിനാനായ സമുദായം കേരളത്തിലെയും ഭാരതത്തിലെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഏറ്റവും പുരാതനമായ ഒന്നാണ്. ഇവിടെ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഇവിടുത്തെ കിനാനായ സമുദായങ്ങളെല്ലാം ഞങ്ങളുടെ അയൽവക്കങ്ങളായിരുന്നു. അവരുടെ പ്രവർത്തന രീതിയെയും പറ്റി നല്ലപോലെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവർ ക്രിസ്ത്യാനികളാണെങ്കിലും അത് ഹൈന്ദവ സംസ്കാരത്തിനോട് ഏറ്റവും അനുരഞ്ജിപ്പിച്ചാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഉളുവപ്പള്ളി തന്നെ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഞാൻ ഓർക്കുന്നു, എൻ്റെ അച്ഛൻ അവിടെ ഒരു പെരുന്നാൾ കഴിച്ചിട്ടുണ്ട് ഒരു വട്ടം. അതുപോലെ ഇവിടുത്തെ മറ്റുള്ള ജാതിക്കാരും മതക്കാരുമായിട്ട് അനുരഞ്ജനം ഉണ്ടാക്കിയ ഒരു സമുദായമാണ് കിനാനായ സമുദായം. കുന്നശ്ശേരി തിരുമേനി അദ്ദേഹം പല നേട്ടങ്ങളും സമുദായത്തിനു വേണ്ടിയും ഈ നാട്ടുകാർക്ക് വേണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ഗ്രാമം മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശകാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ഭൂമിക ഹരിതാഭമായ ഈ ഗ്രാമസൗന്ദര്യമാണ്. കേരള സഭാ ചരിത്രത്തിലും ഈ നാടിന് സവിശേഷമായൊരു സ്ഥാനമുണ്ട്. കിനാനായ സമുദായത്തിൻ്റെ തലപ്പള്ളിയായ കടുത്തുരുത്തി ദേവാലയത്തിന് 1500 കൊല്ലത്തെ പഴക്കമാണുള്ളത്. ഒരു ഗ്രാമം വിശുദ്ധമാകുന്നത് ആ ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ വിരൽ സ്പർശമുണ്ടാകുമ്പോഴാണ്. പ്രാർത്ഥനയുടെ പുണ്യം നിറഞ്ഞ ഒരു ഭവനത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് തിരഞ്ഞെടുത്ത ഭവനങ്ങളിലൊന്നാണ് കടുത്തുരുത്തി ഗ്രാമത്തിലെ കുന്നശ്ശേരിൽ തറവാട്. കുലീനത്വം കൊണ്ടും പൗരാണികത്വം കൊണ്ടും
പുകൾ കേട്ട ഒരു തറവാടാണ് കുന്നശ്ശേരി. വടക്കംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഈ തറവാട്ടിലെ കാരണവന്മാർ മന്ത്രിസ്ഥാനങ്ങൾ വരെ അലങ്കരിച്ചിരുന്നു. ദൈവവിളിയാൽ അതീവ സമ്പന്നമായിരുന്ന ഈ കുടുംബത്തിൽ നിന്നും ഒട്ടനവധി വ്യക്തികൾ സമർപ്പിത ജീവിതത്തിൻ്റെ വിശുദ്ധപാത തിരഞ്ഞെടുത്തിരുന്നു. കുന്നശ്ശേരിൽ കുടുംബത്തിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ സീമന്തപുത്രനായി 1928 സെപ്റ്റംബർ 11 മാതൃഭവനമായ കോട്ടയത്തെ കൊച്ചാനയിൽ കുര്യാക്കോസ് ജനിച്ചു. കോട്ടയം വികാരിയാത്തിൻ്റെ അപ്പസ്തോലിക്കയായിരുന്ന ചാൾസ് ലെവിഞ്ഞിൻ്റെ കത്തീഡ്രൽ പള്ളിയായിരുന്ന മാക്കിൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ ഇടയ്ക്കാട്ട് പള്ളിയിൽ വച്ചായിരുന്നു മാമോദീസ. പ്രകൃതിയെ ബാലവിസ്മയത്തോടെ നോക്കിക്കാണുന്ന കുട്ടിക്കാലം, പ്രകൃതിയുടെ സ്വച്ഛ സൗന്ദര്യത്തിലൂടെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ തേടിയുള്ള കൊച്ചു കൊച്ചു യാത്രകൾ. കോട്ടയത്തെ ഇടയ്ക്കാട്ട്, CNI, കടുത്തുരുത്തി, തിരുഹൃദയക്കുന്ന് എന്നിവിടങ്ങളിലായിരുന്നു കുര്യാക്കോസിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. ദൈവാരൂപിയുടെ വിശുദ്ധ സാന്നിധ്യം ബാല്യത്തിൽ തന്നെ കുര്യാക്കോസിൽ തെളിഞ്ഞു കാണാമായിരുന്നു. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഉടനെ ദൈവ ശുശ്രൂഷയിലേക്ക് തന്നെ സമർപ്പിക്കുവാൻ ആ ബാലൻ തീരുമാനിച്ചു. തിരുഹൃദയക്കുന്നിലുള്ള രൂപത മൈനർ സെമിനാരി. ഇവിടെ പ്രാർത്ഥനയുടെ പ്രകാശം നിറഞ്ഞ ഹൃദയത്തോടെ കുര്യാക്കോസ് വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു. മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തത്വശാസ്ത്ര പഠനത്തിനായി ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് റോമിലേക്ക് പോവുകയും ദൈവശാസ്ത്ര പഠനം റോമിലെ പ്രോപ്പഗാന്ത കോളേജിൽ പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീടുള്ള ദിനങ്ങൾ സുവിശേഷ ദീപ്തിയുടെ പ്രകാശനാളങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങി പൗരോഹിത്യ വിശുദ്ധിയിലേക്കുയർന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ബലിപീഠത്തിൽ ദിവ്യബലി അർപ്പണത്തിനായുള്ള ഒരുക്കത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. 1955 ഡിസംബർ 21 കർദിനാൾ ക്ലമൻ മിക്കാറിയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിക്കുകയും ഡിസംബർ 22 റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ള കോട്ടയം രൂപതയുടെ സ്ഥാപകനായ വിശുദ്ധ 10 പിയൂസിന്റെ അൾത്താരയിൽ പ്രഥമ ബലി അർപ്പിക്കുകയും ചെയ്തു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം റോമിലെ ഊർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ
ലൈസൻഷ്യേറ്റും ലാറ്ററൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൺ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റും അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. നാട്ടിൽ തിരിച്ചെത്തിയ കുര്യാക്കോസ് അച്ഛനെ തറയിൽ പിതാവ് തൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു. തുടർന്ന് രൂപതാ ചാൻസലർ, BCM കോളേജ് അധ്യാപകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. തിരുഹൃദയക്കുന്ന് മൈനർ സെമിനാരിയിൽ റെക്ടറായിരിക്കെ 1967 ഡിസംബർ 9 പോൾ ആറാമൻ മാർപ്പാപ്പ കുര്യാക്കോസ് അച്ഛനെ കോട്ടയം രൂപതയുടെ പിന്തുടർച്ചാവകാശത്തോടു കൂടിയ സഹായമെത്രാനായി നിയമിച്ചു. ഫെബ്രുവരി 24 പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ മാക്സിമില്യൻ ദെ ഫുസ്റ്റൻബർഗിൽ നിന്ന് കോട്ടയത്തുള്ള തിരുഹൃദയക്കുന്നിൽ വെച്ച് മെത്രാഭിഷിക്തനായി. സേവനത്തിന്റെ പാതയിലേക്ക് ക്രിസ്തു സാക്ഷ്യത്തിനായി ഒരിടയൻ കൂടി, മാർ കുര്യാക്കോസ് കുന്നശ്ശേരി. ആറ് വർഷക്കാലം തറയിൽ പിതാവിൻ്റെ സഹായമെത്രാനായി സേവനമനുഷ്ഠിച്ച ശേഷം 1974 മെയ് 5 തറയിൽ പിതാവ് രൂപതാ ഭരണത്തിൽ നിന്നും വിരമിച്ചു. തുടർന്ന് മാർ കുര്യാക്കോസ് കുന്നശ്ശേരി രൂപതയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. 3.5 പതിറ്റാണ്ട് പിന്നിട്ട അജപാലന ചരിത്രമാണ് കുന്നശ്ശേരി പിതാവിനുള്ളത്. തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നിന്നും ജീവിതായോധനാർത്ഥം നാനാദേശങ്ങളിലേക്ക് കുടിയേറിയവരുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവരെ കൂട്ടം വിടാതെ തൻ്റെ ചിറകിനുള്ളിൽ ചേർത്ത് നിർത്തുവാൻ പിതാവ് നടത്തിയ പരിശ്രമങ്ങൾ സഭാചരിത്രത്തിലെ സുവർണ സംഭവങ്ങളാണ്. ഹൈറേഞ്ച്, വയനാട്, മലബാർ, കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സംഘടിതരും അസംഘടിതരുമായി കുടിയേറിയ ജ്ഞാനായ ജനത്തിന് ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ഇതര സൗകര്യങ്ങൾ എന്നിവ ക്രമീകരിക്കുക എന്നതായിരുന്നു പിതാവിൻ്റെ ആദ്യകാല പ്രവർത്തനം. എനിക്ക് ജ്ഞാനായ സമുദായവുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധമാണ്. സഭയുമായുള്ള ഈ അടുത്ത ബന്ധത്തിൻ്റെ പ്രധാന കണ്ണി അഭിമന്യ കുന്നശ്ശേരി തിരുമേനിയാണ്. തിരുമേനി സമൂഹം ആദരവോടെ സ്നേഹിക്കുന്ന ഒരു തിരുമേനിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന തിരുമേനിയുടെ വലിയ പ്രവർത്തനങ്ങളെ ഞാൻ അടുത്ത് നിന്നുകൊണ്ട് വളരെ താല്പര്യപൂർവ്വം കണ്ടിട്ടുണ്ട്. ആതുര സേവന രംഗത്ത് തിരുമേനി എത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഓരോരോ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് നേരിട്ടറിയാം. കാരിത്താസ് ആശുപത്രിയുടെ വികസനം, കാൻസർ വാർഡിൻ്റെ അതിൻ്റെ ആരംഭം, അങ്ങനെ തിരുമേനിയുടെ ജീവിത ലക്ഷ്യം തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടി ആണ് തിരുമേനി പ്രവർത്തന രംഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വിവിധ തരത്തിലുള്ള വികസനത്തിനു വേണ്ടി തിരുമേനി വളരെയേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഒരു കർമ്മയോഗിയുടെ സൗമ്യവും ദീപ്തവുമായ സ്നേഹഭാവങ്ങളോടെ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ്. കോട്ടയം രൂപത സ്ഥാപിതമായത് 1911 ഓഗസ്റ്റ് 29 സുമാർ 993 വർഷങ്ങൾക്ക് മുമ്പ്. 6 വർഷം കൂടി കഴിയുമ്പോൾ
രൂപത അതിൻ്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കും. എൻ്റെ മുൻഗാമികളായി മാക്കിയിൽ മത്തായി മെത്രാനച്ചനും, ചൂളപ്പറമ്പിൽ അലക്സാണ്ടർ മെത്രാനച്ചനും, തറയിൽ തോമസ് മെത്രാനച്ചനും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് പിൻഗാമിയായിട്ട് മൂലക്കാട്ട് മത്തായി മെത്രാനച്ചനെയും നിയമിച്ചിട്ടുണ്ട്. ഈ ഡിസംബർ 22-ാം തീയതി ഞാൻ വൈദികനായിട്ട് 49 വർഷം പൂർത്തിയാകുവാൻ പോവുകയാണ്. അതേ സമയത്ത് മെത്രാനായിട്ട് 36 വർഷം പിന്നിട്ടു. ഈ കാലഘട്ടത്തിൽ ഈ രൂപതയിലെ ബഹുഭൂരി നമുക്ക് സാധിച്ചത് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും മെഡിക്കൽ രംഗത്തുമൊക്കെ ഒരുപക്ഷെ ഒരു കാലത്ത് അസാധ്യമെന്ന് നാം കരുതിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. രോഗീ പരിചരണ രംഗത്ത് സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്ന പിതാവ് കാരിതാസ് ഹോസ്പിറ്റൽ, കാരിതാസ് ആയുർവേദ ഹോസ്പിറ്റൽ, കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റൽ, മലബാറിലെ പയ്യാവൂർ മേഴ്സി ഹോസ്പിറ്റൽ, കൈപ്പുഴ ഡിവൈൻ ഹോസ്പിറ്റൽ, മോനിപ്പള്ളി ഹോസ്പിറ്റൽ എന്നിവയുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും കാണിച്ചിട്ടുള്ള ശ്രദ്ധ ശ്ലാഘനീയമാണ്. പിതാവിൻ്റെ ജാഗ്രതായ സഹജീവി ബോധത്തിൻ്റെ കരുണയുടെ മറ്റൊരധ്യായമാണ് ഈ സ്ഥാപനം. ഇവിടെ ക്യാൻസർ രോഗം ബാധിച്ച രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും ആധുനിക വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞവരാണ്. അതോടൊപ്പം ബന്ധുജനങ്ങളും. ഇനിയുള്ള കാലം ഇതാണ് ഇവരുടെ പാർപ്പിടം. ത്യാഗശീലരായ സിസ്റ്റേഴ്സ് മരുന്നും മനഃശാന്തിയുമായി ഇവരോടൊപ്പമുണ്ട്. സാന്ത്വനത്തിൻ്റെ ആൾരൂപം പോലെ പിതാവ് ഇവിടേക്ക് കടന്നു വരുന്നു. ഇവരെ സ്പർശിക്കുന്നു, ആശ്ലേഷിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദനയും വിലാപവും മറന്ന് ശാന്തിയുടെ സുഹൃതവാക്യങ്ങളുമായി പിതാവിൻ്റെ വാക്കും വചനങ്ങളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ രക്തബന്ധങ്ങൾക്കപ്പുറം സാഹോദര്യത്തിൻ്റെ പുതിയൊരാകാശം പിതാവ് ഇവർക്ക് തണലായി നൽകുന്നു. ആസന്ന മരണരായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്ഥാപിതമായിരിക്കുന്ന സെൻറ്റ് ജോസഫ്സ് ഹോസ്പിസിലാണ് നാം ഇപ്പോൾ നിൽക്കുക. സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ സ്ഥാപകനായ പൂതത്തിൽ തൊമ്മിയച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത്. 10 വർഷങ്ങൾ ആയി ഇത് പ്രവർത്തനം ആരംഭിച്ചു. ഇതിനോടകം നാനാജാതി മതസ്ഥരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ വന്നു. പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ക്യാൻസർ രോഗികൾക്ക് അഭയകേന്ദ്രമായിട്ട് ഈ സ്ഥാപനമാണുള്ളത്. ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്, ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു. സ്ഥലത്തുള്ള പള്ളിക്കാരും അതിനൊന്ന് സമ്മതം നൽകിയില്ലായിരുന്നു. വീട്ടുകാർ കൊണ്ടുപോവുകയുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അന്നത്തെ കോട്ടയം കളക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ അവർ അനുവദിച്ച് ഇവിടെ ഈ 30 സെല്ലുകളുള്ള ഈ സെല്ല് ഇവിടെ ഉണ്ടാക്കി. 1943 മലബാറിലേക്ക് നടത്തിയ ഐതിഹാസിക സംഘടിത കുടിയേറ്റം സമുദായത്തിന് നൽകിയ ആത്മവിശ്വാസത്തെ അജപാലന ശക്തിയാക്കുവാൻ പിതാവ് ഏറെ ശ്രദ്ധിച്ചു. മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കും കുടിയേറിയ കിനാനായ മക്കളുടെ അജപാലന ശുശ്രൂഷയിലും സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിയിലും പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 40,000-ഓളം കനാനായ കത്തോലിക്കരും 45 പള്ളികളും അനുബന്ധമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രങ്ങളും സമർപ്പിത സമൂഹങ്ങളും ഇവയ്ക്കൊക്കെ മേഖലാ കാര്യദർശിത്വം നൽകുന്ന കണ്ണൂർ അജപാലന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. മലബാറിൽ ഒരു രൂപതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പിതാവ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. രാജപുരം പോലുള്ള
വളരെ പിന്നോക്കമായിട്ടുള്ള പ്രദേശത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും സാംസ്കാരിക വളർച്ചയുടെയും സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത്, അതിന് നേതൃത്വം നൽകിയത് കുന്നശ്ശേരി തിരുമേനിയാണ് എന്ന് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചിട്ടുള്ള എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും. ഈ പ്രദേശത്ത് സമർപ്പിത സമൂഹങ്ങളുടെ സേവനം എത്തിക്കുന്നതിനും പുതിയ പള്ളികളും സ്കൂളുകളും സ്ഥാപിക്കുന്നതിനും പിതാവ് ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ റാണിപുരം കോളനി, പൂക്കയം എസ്റ്റേറ്റ്, കൊട്ടോടി സ്കൂൾ എന്നിവയുടെ വികസനത്തിനും പിതാവ് സവിശേഷ ശ്രദ്ധ നൽകി. സംഘടിത കുടിയേറ്റത്തിന് നേതൃത്വം നൽകിയ മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പലിന്റെ നാമധേയത്തിലാണ് മടമ്പം അലക്സ് നഗർ കോളനി സ്ഥാപിതമായത്. ഈ കോളനിയുടെ സമീപ പ്രദേശങ്ങളിൽ ചിതറിപ്പാർത്ത കിണാനായ മക്കൾക്ക് ഇടവകകൾ സ്ഥാപിച്ചു നൽകുന്നതിനും ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുന്നതിനും കുന്നശ്ശേരി പിതാവ് നൽകിയ സേവനങ്ങൾ നിസ്തുലമാണ്. അൽമായർക്ക് സഭയിലുള്ള സവിശേഷ സ്ഥാനം അംഗീകരിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്നതിൽ പിതാവ് വളരെ മുന്നിലാണ്. അൽമായരുടെ സഭാത്മക പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി പലർക്കും പേപ്പൽ ബഹുമതികൾ വരെ ലഭിച്ചിട്ടുണ്ട്. മലബാർ കോളനി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിച്ച അൽമായ പ്രമുഖനായ ഷെവലിയാർ പ്രൊഫസർ ജോസഫ് കണ്ടോത്തിന്റെ നാമധേയമാണ് പിതാവ് മടമ്പം ബി.എഡ് കോളേജിന് നൽകിയത്. മടമ്പത്ത് ഒരു ബി.എഡ് കോളേജും രാജപുരത്ത് ഡിഗ്രി കോളേജും സ്ഥാപിക്കുക വഴി മലബാറിന്റെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് പിതാവ് പുതിയ വാതായനങ്ങൾ തുറന്നു. ആതുര സേവന രംഗത്തും വികസന രംഗത്തും സമൂഹത്തിൻ്റെ നന്മയുടെ പ്രവർത്തന രംഗത്തും തിരുമേനി ചെയ്തിട്ടുള്ള സേവനങ്ങൾ വിലപ്പെട്ടതാണ്. അതെക്കാലവും സമുദായവും സ്മരിക്കും എന്നെനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതിനായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ചില സ്ഥാപനങ്ങൾ തുടങ്ങി. അവിടെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അവരെ താമസിപ്പിച്ച് പഠിപ്പിച്ചു, എല്ലാ ചിലവും വഹിച്ച്. അതിൽ ചിലരൊക്കെ ഇന്ന് വളരെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അത് എനിക്ക് ഒരു മനസ്സംതൃപ്തി നൽകിയിട്ടുമുണ്ട്. പിതാവിൻ്റെ ഭരണകാലത്ത് രൂപതയിൽ ആരംഭിച്ച സ്ഥാപനങ്ങളിൽ ഏറിയ പങ്കും അദ്ദേഹത്തിൻ്റെ ആർദ്രഭാവത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ്. നിർധനരും ആലംബഹീനരും അനാഥരുമായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകി ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സ്ഥാപനങ്ങളാണിവ. കടത്തുരുത്തി ബഡ്സലായി, തിരുവാലം നഗർ ഉഴവൂർ, പയസ് ഹോം പയ്യാവൂർ, സെന്റ് തോമസ് ഹോം കുറുമുള്ളൂർ, ബാലികാഭവൻ പൂഴിക്കോൽ, ആശാഭവൻ മംഗലഗിരി തുടങ്ങിയവ ഇത്തരം സ്ഥാപനങ്ങളാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും അംഗവൈകല്യമുള്ളവർക്കും താമസവും സംരക്ഷണവും നൽകുന്നതിനു വേണ്ടി വിവിധ സ്ഥാപനങ്ങൾ രൂപതയിൽ നടത്തിവരുന്നു. തൻ്റെ കുഞ്ഞാടുകൾക്കായി സദാ ഉണർന്നിരിക്കുന്ന ഒരിടയൻ്റെ മനസ്സോടെ പിതാവ് എന്നും ഇവരോടൊപ്പമുണ്ട്. മരിയാഭവൻ ഞീഴൂർ, പൂഴിക്കോൽ, കണ്ണൂർ, ഏറ്റുമാനൂർ, തോട്ടറ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ഇതിനായുള്ള സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. പിറവിയുടെ ജനിതക പിഴവുകളാൽ ജീവിതത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടുകയും ജീവിതായോധന യാത്രയിൽ പിന്നിലായി പോവുകയും ചെയ്യുന്ന ഈ മക്കൾക്ക് പിതാവ് കനിവിൻ്റെയും കരുതലിൻ്റെയും ക്രൈസ്തവ ചൈതന്യമാണ്. ജീവിതയാത്രയിലെവിടെയോ ബന്ധങ്ങളുടെ നൂലിഴകൾ പൊട്ടിപ്പോയി ആയുസ്സിൻ്റെ സായന്തനത്തിൽ അനാഥരായിപ്പോയ വൃദ്ധജനങ്ങൾക്കായി പിതാവ് വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഈ അനാഥമായ മനസ്സുകളെ സനാഥമാക്കുന്നതാണ് ഇവർക്ക്
പിതാവിൻ്റെ സാന്നിധ്യം. ഇവർക്കിത് സ്നേഹത്തിൻ്റെ കൂടാരങ്ങളാണ്. ഇവരോടൊപ്പം താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന പിതാവ് ലാളിത്യമാർന്ന ജീവിതാനുഭവത്തിൻ്റെ നേരും പ്രകാശവുമാണ്. തെള്ളകം, പൂഴിക്കോൽ, അലക്സ് നഗർ, നീണ്ടൂർ, പേരൂർ, കിടങ്ങൂർ എന്നിവിടങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കൂടാതെ അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി കൈപ്പുഴ, കിടങ്ങൂർ, കാപ്പിസെറ്റ് എന്നിവിടങ്ങളിലും സ്ഥാപനങ്ങൾ നടത്തിവരുന്നു. ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് എത്തിച്ചേർന്നപ്പോൾ സ്വീകരണ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവിന് ഹൃദ്യമായ സ്വീകരണവും ആതിഥ്യവും നൽകുവാൻ സാധിച്ചത് തൻ്റെ ജീവിതഭാഗ്യവും അവിസ്മരണീയമായ ഒരു അനുഭവവുമായി പിതാവ് കരുതുന്നു. തദവസരത്തിലാണ് മാർപ്പാപ്പ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും അൽഫോൺസാമയെയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയതും പരിഷ്കരിച്ച സീറോ മലബാർ കുർബാനാക്രമം ഉദ്ഘാടനം ചെയ്തതും. ഈ അവസരത്തിൽ കോട്ടയം രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും മാർപ്പാപ്പ നിർവഹിക്കുകയുണ്ടായി. കൂടാതെ കോട്ടയം അരമനയിലെത്തിയ മാർപ്പാപ്പ കത്തീഡ്രലിൽ പ്രാർത്ഥിക്കുകയും അരമനയിൽ വിശ്രമിക്കുകയും ചെയ്തു. രൂപതയുടെ അജപാലന പ്രവർത്തനങ്ങൾ കാലാനുസൃതമാക്കുന്നതിനും വിവിധ കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും ലക്ഷ്യം വെച്ച് 1978 കോട്ടയത്ത് ആരംഭിച്ച ചൈതന്യ പാസ്റ്ററൽ സെന്ററും പിന്നീട് കണ്ണൂരിൽ ആരംഭിച്ച ബെറുമറിയം പാസ്റ്ററൽ സെന്ററും രൂപതയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. രൂപതയിലെ വിവിധ സമർപ്പിത സമൂഹങ്ങളിലെ സിസ്റ്റേഴ്സിന് ദൈവശാസ്ത്ര പഠനത്തിന് അവസരമൊരുക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് തെള്ളകത്തുള്ള മദ്നഹ ഇൻസ്റ്റിറ്റ്യൂട്ട്. രൂപതയിലെ ദൈവജനത്തിൻ്റെ ആത്മീയാഭിവൃദ്ധി ലക്ഷ്യം വെച്ച് 1982 സ്ഥാപിതമായ കേന്ദ്രമാണ് കോതനല്ലൂരിലെ തുവാനീസ പ്രാർത്ഥനാലയം. സീറോ മലബാർ സഭയിൽ രൂപതാടിസ്ഥാനത്തിൽ ഇതം പ്രഥമമായി ആരംഭിച്ച ധ്യാന കേന്ദ്രമാണ് തുവാനീസ. 1984 മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് കോട്ടയത്ത് സ്ഥാപിച്ച ക്രൈസ്തവ രംഗകലകളെക്കുറിച്ചുള്ള ഒരു പരിശീലന പഠന ഗവേഷണ കേന്ദ്രമാണ് ഹാദൂസ. കിനാനായ സമുദായത്തിന്റെ തനത് കലയായ മാർഗം കളി ഹാദൂസായുടെ പ്രവർത്തന ഫലമായാണ് ഇന്ന് സ്കൂൾ കോളേജ് തലങ്ങളിലെ യുവജനോത്സവങ്ങളിൽ ഒരു മത്സര ഇനമായി അംഗീകരിക്കപ്പെട്ടത്. ആഗോളവൽക്കരണത്തിന്റെ ആശയങ്ങൾ രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ താൻ നേതൃത്വം നൽകുന്ന സമുദായത്തിന്റെ രാജ്യാന്തര വളർച്ച പ്രായോഗികമാക്കിയ ക്രാന്തദർശിയായ ഇടയശ്രേഷ്ഠനാണ് കുന്നശ്ശേരി പിതാവ്. അമേരിക്കൻ ഐക്യനാടുകളിൽ ജോലി തേടിപ്പോയ കിനാനായ ജനത്തിന് അജപാലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുവാൻ ഉത്സാഹിച്ച പിതാവ് ചിക്കാഗോ, ന്യൂയോർക്ക്, ഡിട്രോയിറ്റ്, ഹൂസ്റ്റൺ, ഡാളസ്, സാൻഹോസെ, ഫിലാഡൽഫിയ, ലോസ് ആഞ്ചൽസ് തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കിനാനായ മിഷനുകൾ സ്ഥാപിക്കുകയും വൈദികരെ അയക്കുകയും ചെയ്തു. ഇതിന്റെ പ്രവർത്തന ഫലം കൂടി കണക്കിലെടുത്താണ് ചിക്കാഗോ സീറോ മലബാർ രൂപത സ്ഥാപിതമായത്. സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു വൈദികനെ അജപാലന പ്രവർത്തനത്തിനായി അമേരിക്കയിലേക്ക് ഔദ്യോഗികമായി ആദ്യം അയച്ചത് കോട്ടയം രൂപതയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ മിഡിൽ ഈസ്റ്റ് കൺവെൻഷൻ, യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂറോപ്യൻ കൺവെൻഷൻ, വടക്കേ അമേരിക്കയിൽ നടന്ന KCCNA കൺവെൻഷൻ, റോമിലെ ഗ്ലോബൽ കൺവെൻഷൻ ഇവയൊക്കെ കുന്നശ്ശേരി പിതാവിന്റെ മാർഗനിർദ്ദേശത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ശക്തവും ഹൃദ്യവുമായ വിദേശ ക്നാനായ കൂട്ടായ്മകളാണ്. മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി വേളയിൽ കോട്ടയം പൗരാവലി നൽകിയ ഊഷ്മള സ്വീകരണം പിതാവിന് ഹൃദ്യമായ ഒരനുഭവമായിരുന്നു. തന്റെ രജത ജൂബിലി വർഷത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് പിതാവ് മുൻതൂക്കം നൽകിയത്. തന്റെ രൂപതയിലെ ഓരോ ഭവനവും നേരിട്ട് സന്ദർശിച്ച് കുടുംബങ്ങളുടെ വേദനയും വികാരങ്ങളും നേരിട്ടറിഞ്ഞ പിതാവ് അജപാലന ദൗത്യത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുകയായിരുന്നു. വിശ്വാസപരമായും സഭാപരമായും രണ്ട് സമൂഹങ്ങളായി നിൽക്കുന്നുവെങ്കിൽ തന്നെയും
ഒരേ സമുദായത്തിൽപ്പെട്ട കോട്ടയം രൂപതയുടെ അജപാലകനായി കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളോളമായി അതിൻ്റെ സാരഥിയായിരിക്കുന്ന അഭിമന്യനായ മോർ കുറിയാക്കോസ് കുന്നശ്ശേരി പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷമാണ്. അഭിമന്യ പിതാവ് പാത്രിയർക്കീസ് ബാവായും മാർപ്പാപ്പായും തമ്മിലുള്ളതായ ജോയിൻറ്റ് കമ്മ്യൂണിറ്റി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് എത്രമാത്രം സ്പീഡപ്പ് ചെയ്യാമോ ആ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. ഇപ്പോഴും ആ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു. എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ അഭിമന്യ പിതാവ് നൽകുന്നതായ വലിയ സംഭാവന ഈ രാജ്യത്തെ എല്ലാ സഭകളും ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുകയും അതിൻ്റെ കോൺക്രീറ്റ് എക്സാമ്പിളായ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റ് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന്, രാജ്യത്തിന് ഒരു നല്ല പന്താവാണ് വാസ്തവത്തിൽ അത് കാണിച്ചു തരുന്നത്. 1983 നിലയ്ക്കൽ എക്യൂമെനിക്കൽ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് കോട്ടയം അരമനയിൽ വച്ചാണ്. അതിനുവേണ്ട മാർഗരേഖകളും സമീപന രീതികളും വ്യക്തമാക്കിക്കൊണ്ട് അക്കാര്യങ്ങളിൽ നിർണായകമായ നേതൃത്വം നൽകിയത് കുന്നശ്ശേരി പിതാവായിരുന്നു. വിവിധ മതങ്ങൾ തമ്മിലുള്ള ഡയലോഗിനായുള്ള പൊണ്ടിഫിക്കൽ കമ്മീഷനിലെ അംഗമെന്ന നിലയിൽ, ഏഷ്യൻ എക്യൂമെനിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ, ഇന്ത്യൻ ബിഷപ്സ് കോൺഫറൻസിന്റെ എക്യൂമെനിക്കൽ കമ്മീഷൻ തുടങ്ങി ഒട്ടനവധി കമ്മീഷനുകളിലും വത്തിക്കാനിലെ പൗരസ്ത്യ കാനൻ നിയമ സംശോധന കമ്മിറ്റി അംഗമെന്ന നിലയിലും പിതാവ് മുൻനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രൂപതയിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറെ ശ്രദ്ധാലുവാണ് കുന്നശ്ശേരി പിതാവ്. വിശ്വാസികളുടെ എണ്ണത്തിന് അനുപാതികമായി നോക്കുമ്പോൾ ദൈവവിളി കൊണ്ട് സമ്പന്നമാണ് ഇന്ന് കോട്ടയം രൂപത. രൂപതയിലും മിഷൻ സെന്ററുകളിലുമായി 500-ലധികം വൈദികരും 3000-ലധികം സമർപ്പിതരും പ്രേക്ഷിത വേല ചെയ്യുന്നു. ചൂളപ്പറമ്പിൽ പിതാവിനാൽ സ്ഥാപിതമായ തിരുഹൃദയദാസ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പിതാവ് ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. രൂപതയിലും മിഷൻ പ്രദേശങ്ങളിലുമായി സേവനം ചെയ്യുന്ന ഈ സമൂഹാംഗങ്ങളിൽ 50-ലധികം വൈദികരും കുന്നശ്ശേരി പിതാവിനാൽ പൗരോഹിത്യം സ്വീകരിച്ചവരാണ്. സാർവത്രിക സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വൈദികരെ എത്തിച്ചു കൊടുക്കുവാൻ പ്രത്യേക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1985 വിശുദ്ധ 10-ാം പിയൂസിന്റെ മിഷണറി സൊസൈറ്റി സ്ഥാപിച്ചത്. കൂടാതെ വല്ലംബ്രോസിയൻ ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹത്തിന്റെ ഒരു ശാഖയും കോട്ടയം രൂപതയിൽ അഭിവന്ദ്യ പിതാവ് സ്ഥാപിക്കുകയുണ്ടായി. കോട്ടയം രൂപതയിൽ മലങ്കര കത്തോലിക്ക വിഭാഗത്തിൽ ഇന്ന് 15 പള്ളികളുണ്ട്. അവരുടെ ഇടയിലെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിനും പുനരൈക്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിതാവ് പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുകയും ഇവർക്കായി എപ്പിസ്കോപ്പൽ വികാരിയെ നിയമിക്കുകയും ചെയ്തു. ഇങ്ങനെ 2 റീത്തുകളിൽപ്പെട്ടവരുടെ മേൽ അജപാലനാധികാരമുള്ള ഭാരതത്തിലെ ഏക രൂപതയാണ് കോട്ടയം രൂപത. രൂപതയിൽ സ്ഥാപിതമായിട്ടുള്ള വിസിറ്റേഷൻ സന്യാസ സമൂഹം, സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ, കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സെന്റ് ജോൺ ഗിൽബർട്ടിന്റെ കുഞ്ഞുമക്കളുടെ സമൂഹം എന്നിവയുടെ വളർച്ചയ്ക്ക് വേണ്ടി കുന്നശ്ശേരി പിതാവിന്റെ ശ്രദ്ധയും പരിപാലനയും എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. അജപാലന ശുശ്രൂഷയിലും വിദ്യാഭ്യാസ, സാമൂഹ്യ, ആതുര ശുശ്രൂഷ രംഗങ്ങളിലും ഈ സിസ്റ്റേഴ്സിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ശാഖാഭവനങ്ങൾ സ്ഥാപിച്ച് മിഷൻ പ്രദേശങ്ങളിൽ അവരുടെ സേവനം എത്തിച്ചു കൊടുക്കുന്നതിലും കുന്നശ്ശേരി പിതാവ് മുൻകൈയെടുത്തിട്ടുണ്ട്. കൂടാതെ ഫുസ്കോ, പരിപാലന തുടങ്ങിയ സമൂഹങ്ങളുടെയും ശാഖാഭവനങ്ങളും രൂപതയിൽ പ്രവർത്തിക്കുവാൻ പിതാവ് സഹായിക്കുന്നു. എട്ട് അംഗങ്ങളുള്ള പിതാവിന്റെ സഹോദരങ്ങളിൽ 4 പേരും ദൈവവിളി സ്വീകരിച്ചവരാണ്.
2003 സെപ്റ്റംബർ 11 പിതാവിന് 75 വയസ്സ് പൂർത്തിയായി. ഒരു നാട് മുഴുവനും സ്നേഹാരവങ്ങളോടെ ജാതി മത വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒത്തുകൂടി സൗഹൃദത്തിന്റെ ഒരു മഹത്തായ കൂട്ടായ്മയായിരുന്നു കടുത്തുരുത്തിയിൽ വെച്ച് നടന്ന പിതാവിന്റെ 75ാം പിറന്നാൾ ആഘോഷം. ഭരണാധികാരികളും അൽമായരും സഹോദര സഭകളിലെ പിതാക്കന്മാരും ഇതര മതപണ്ഡിതന്മാരുമൊക്കെ പിതാവിനോട് ഹൃദയൈക്യം പ്രഖ്യാപിച്ച നിമിഷങ്ങളായിരുന്നു അവ. ഞാൻ ഇവിടെ കേരളത്തിൽ മേജർ ആർച്ച് വന്നിട്ട് 6.5 വർഷമായി. ഇത്രമാത്രം മുഖ്യമന്ത്രിയൊപ്പം UDF കൺവീനർ, മറ്റ് മന്ത്രിമാർ, ലോക്സഭാ മുൻ സ്പീക്കർ, ഇത്രമാത്രം തിരുമേനിമാർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇവരൊക്കെ ഇത്രമാത്രം സംബന്ധിക്കുന്ന ഒരു മീറ്റിംഗ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അഭ്യുന്നനായ കർദിനാൾ തിരുമേനി പറഞ്ഞത് സത്യമാണ്. ഇത് ഒരു അപൂർവ സംഗമമാണ്. ഇതുപോലൊരു ജന്മദിന ആഘോഷ പരിപാടിക്ക് ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ എല്ലാ തരക്കാരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് തന്നെ ഇപ്പോൾ വളരെ അപൂർവമാണ്. പ്രഗത്ഭനായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ നൈയാമിക കാര്യങ്ങളെയും പിതാക്കന്മാരിലൂടെ കൈമാറി സ്വീകരിച്ച ഭരണപരമായ പാരമ്പര്യങ്ങളെയും കുറിച്ച് തനിക്കുണ്ടായിരുന്ന അഗാധമായ അറിവിനൊപ്പം സഭയിലെ അൽമായ പ്രമുഖരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലും നവങ്ങളായ ചിന്തകൾ അവരുമായി പങ്കുവയ്ക്കുന്നതിലും പിതാവ് എല്ലായ്പ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിയാനി ഹോമിൽ വിശ്രമജീവിതം നയിക്കുന്ന വൈദികരോടൊപ്പം സൗഹൃദത്തിൻ്റെ സൂക്ഷ്മവും സുദൃഢവുമായ നിമിഷങ്ങളാണിവ. പിതാവിൻ്റെ ദിവ്യബലി അർപ്പണം ദൈവമക്കൾക്ക് ദൈവാനുഭവത്തിൻ്റെ ജീവസ്പർശമാണ്. അജപാലന ശുശ്രൂഷകൾക്കായുള്ള ദൃഢതയും ചൈതന്യവും പിതാവ് ആർജിക്കുന്നത് അൾത്താരയിലെ അനുദിന ബലിയർപ്പണത്തിലൂടെയാണ്. തനിക്ക് അനുയോജ്യനായ ഒരു പിൻഗാമിയെ ലഭിക്കുന്നതിനായുള്ള പിതാവിൻ്റെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായാണ് മാർ മാത്യു മൂലക്കാട്ട് പിതാവ് പിന്തുടർച്ചാവകാശത്തോടു കൂടിയ സഹായമെത്രാനായി നിയമിക്കപ്പെട്ടത്. ബലഹീനനായ ഞാൻ വളരെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും
ആദരിക്കുന്ന അഭിനന്ദനായ കുറിയാക്കോസ് കുന്നശ്ശേരി പിതാവ് ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയത്തിൽ ഓരോ ഘട്ടത്തിലും കൂടുതൽ ബഹുമാനം ഉളവാക്കുകയല്ലാതെ ഒരല്പം പോലും യാതൊരു കുറവും ഉണ്ടാകാൻ ഇടയാകാതിരിക്കുമാറാണ് അദ്ദേഹത്തിൻ്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളും സേവനങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു. ഉത്തമനായ ഒരു പിതാവാണ് അദ്ദേഹം. ശ്രേഷ്ഠനായ ഒരു വന്യ പിതാവാണ് അദ്ദേഹം. 36 സംവത്സരം അദ്ദേഹത്തിൻ്റെ മെത്രാസനത്തെ വളരെ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രൂപതയുടെ സുസ്ഥിരമായ സേവനം നിർവഹിച്ചു. ഈ കർമ്മയോഗിയുടെ ജീവിതം സഭാചരിത്രത്തിലെ അക്ഷയമായ കയ്യൊപ്പുകളാണ്. വിജ്ഞാനം വിശുദ്ധമായ ഒരു വരദാനമായി കണക്കാക്കിയിരുന്ന പിതാവിൻ്റെ പ്രഭാഷണങ്ങളും ഇടയലേഖനങ്ങളും ജ്വലിക്കുന്ന ദിഷ്ണയുടെ വാക്രൂപങ്ങളാണ്. പ്രസിദ്ധീകൃതമായ പിതാവിൻ്റെ ഇടയലേഖനങ്ങളുടെ സമാഹാരം പിതൃമൊഴികളിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന പുസ്തകം ഇതിൻ്റെ അക്ഷരസാക്ഷ്യവും. പ്രാർത്ഥനയും ധ്യാനവും ആത്മീയതയുടെ പുത്തൻ പരിപ്രേക്ഷ്യങ്ങളിലേക്കുള്ള പിതാവിൻ്റെ ഏകാന്ത സഞ്ചാരങ്ങളാണ്. സ്വന്തം അജഗണങ്ങളെ പേര് ചൊല്ലി വിളിക്കുവാൻ തക്കവണ്ണം അവരുമായി അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന കുന്നശ്ശേരി പിതാവ് പരസ്നേഹ പ്രവർത്തനങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സജീവതയും സബലതയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവാകുന്ന ജീവവൃക്ഷത്തിൻ്റെ തണലിൽ സേവനം വിശുദ്ധമായൊരു ആത്മസമർപ്പണമായും ജീവിതം ആത്മീയ വഴികളിലൂടെയുള്ള ഒരു തീർത്ഥാടനമായും കാണുന്ന പിതാവ് കർമ്മവിശുദ്ധിയുടെയും ആത്മീയ തേജസ്സിൻ്റെയും ഒരു പിതൃസ്വരൂപമാണ്. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ക്രിസ്തു സാക്ഷിയാകുന്ന ഒരു പിതൃസ്വരൂപം. നമ്മെ പേര് ചൊല്ലി വിളിച്ച് നെറുകയിൽ ജീവരക്ഷയുടെ കുരിശടയാളം തൊട്ടനുഗ്രഹിക്കുന്ന നന്മ നിറഞ്ഞ പിതാവ്, ഒരു നല്ല ഇടയൻ.